റാം നാരായൺ റാം. സ്വന്തം കാര്യങ്ങൾ പറയുന്നത് അനുയോജ്യമല്ല, സ്വന്തം ആളുകളിൽ പറയാം. അതിനാലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ബാല്യത്തിൽ ഞാൻ തിതാസ് നദിയിൽ നടക്കുമ്പോൾ നാലു വശങ്ങളിലുമുള്ള ആയിരക്കണക്കിന് ആളുകൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കും. അവർ ഇതിനെ അത്യന്തം അത്ഭുതകരമായ സംഭവമായി കരുതും. കാരണം അവർ അതിന് അങ്ങനെയുള്ളവരല്ല. എന്നാൽ ഒന്നും പ്രയാസമുള്ളതല്ല. പുഴുവുകൾ പോലുള്ള ചില ജീവികൾ വെള്ളത്തിനുമേൽ സുതാര്യമായി നടക്കും. അവരുടെ ഗ്രന്ഥികൾ വിരിഞ്ഞതിൻ്റെ ഫലമായാണ് അവർ അങ്ങനെ നടക്കുന്നത്. ആ ഗ്രന്ഥികൾ വിരിയിപ്പിക്കാൻ കഴിയുന്നുവെങ്കിൽ വെള്ളത്തിൽ നടക്കുന്നത് അസാധ്യമായതല്ല. ഒരു നടുവിലും വലിയ ശക്തിയുണ്ട്. അത് പലരെയും കയറ്റി നദി കടക്കാൻ കഴിയും. ശക്തി അത്തരം ഒരു വസ്തുവാണ്. അതിനേക്കാൾ കൂടുതൽ അഭ്യാസം ചെയ്താൽ അത്രയും കൂടും. അതുപോലെ ശബ്ദരൂപത്തിൽ ലഭിച്ച മന്ത്രം ശരിയായി അഭ്യാസിക്കേണ്ടത് അനിവാര്യമാണ്. ഈ ഭൂമി ശൂന്യത്തിലാണ്. ശൂന്യത്തിൽ നിലകൊള്ളുന്നത് ശൂന്യത്തിലേക്ക് തന്നെ ലയിക്കും. ഞങ്ങൾ പോലും ആകർഷണത്തെ അനുഗമിച്ചുകൊണ്ട് ഈ മഹാശൂന്യത്തിലേക്ക് ചേർന്നു പോകുന്നു. ശൂന്യമായ സ്ഥലങ്ങൾ നിറയ്ക്കാൻ ഞങ്ങൾ ഒരേ തരത്തിലുള്ള ആദാനത്തിലേക്ക് നീങ്ങുന്നു. അഭാവം നിറയുമ്പോൾ തൃപ്തി ഉണ്ടാകും. മന്ത്രം ജപിക്കുമ്പോൾ മനസ്സിനെ ആജ്ഞാചക്രത്തിൽ കെട്ടിക്കൊള്ളണം. ശുചിയായി ഇരിക്കുക. ഞാൻ വളരെയധികം ശുദ്ധനാണ് എന്ന് ചിന്തിക്കുക. എവിടെയും ഒന്നുമില്ല എന്ന് ചിന്തിക്കുക. ഞാൻ ഈ മഹാശൂന്യത്തിൽ എൻ്റെ ഇച്ഛ പ്രകാരം ഇരിക്കുകയാണ്. ഈ മന്ത്രം ജപിച്ച് ശബ്ദം മാത്രമായി തീരുകയാണ് എന്നു ചിന്തിക്കുക. മഹാശൂന്യത്തിൽ കിടക്കാൻ സ്ഥലമൊന്നുമില്ല, ഇരിക്കാൻ പാടില്ല. ഞങ്ങൾക്ക് ഒടുവിലത്തെ ലക്ഷ്യത്തെ കാണുന്നതുവരെ ഞങ്ങൾ മുന്നോട്ടു പോകണം. അതുവരെ വിശ്രമമില്ല. നാം എത്ര വേഗത്തിൽ മുന്നോട്ടു പോകുന്നു അത്രമേൽ തീവ്രത കൂടും. എല്ലാം ഏകാഗ്രതയിലേക്ക് പോയിരിക്കും. തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ അതിവേഗതയിലാകും. നിമിഷങ്ങൾക്കുള്ളിൽ കോടിക്കണക്കിന് മൈലുകൾ മുന്നോട്ടു പോകും. ശരീരം, മനസ്സും പ്രാണനും ആ വേഗതയിലേക്ക് ചേർക്കുകയാണെങ്കിൽ